ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ്വ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും എന്താ പറയുക, സുഖദുഃഖത്തിലെല്ലാം സമദൃഷ്ടിയും ഈശ്വര അനുഗ്രഹവും എല്ലാ മനസമാധാനവും ഒക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടെ അത്രി മഹാമുനിയുടെ ആശ്രമത്തിൽ നിന്ന് നദി അക്കരെ കടത്തിവിട്ടു ശിഷ്യന്മാർ. അത് കഴിഞ്ഞ് അവർ നടന്ന് ഒരു വനത്തിലേക്ക്, ഘോരമായ വനത്തിലേക്ക് കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊയ്ക കണ്ടു. സൗഗന്ധികവും കരിങ്കൂവളവും പിന്നെ എന്താ പറയുക, ചെമ്പകം, പിന്നെ ചെന്താമര, താമര, ഇങ്ങനെയുള്ള നല്ല പുഷ്പങ്ങളായി എല്ലാം കൊണ്ടും കലർന്നു നിൽക്കുന്ന ഒരു പൊയ്ക, തടാകം, അച്ഛജലം, ശുദ്ധജലം. അവർ ആ തടാകത്തിലെ ശുദ്ധജലമൊക്കെ കുടിച്ച് വിശ്രമിച്ച് ഇവിടെ ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ തണലിൽ, അവിടെ വെയിലില്ലാത്തൊരു വനമാണ്, അവിടെ ആ വൃക്ഷച്ചുവട്ടിൽ ചെന്ന് വിശ്രമിച്ചിരിക്കുക, ഈ ദാഹത്തിന് വെള്ളമൊക്കെ കുടിച്ചും കൊണ്ട്. അങ്ങനെ ഇനി വിരാധവധമാണ് നമുക്ക് വായിക്കാനുള്ളത്. ഒരു രാക്ഷസനാണ് ആ വനത്തിലുണ്ട്. അതിനെപ്പറ്റിയാണ് ഇനി വായിക്കണം. നമുക്കത് വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നമ്പർ പറയട്ടെ മക്കളെ: 95 26 34 23 24. എന്നുവെച്ചാൽ ഇത് ആദ്യത്തെ ഒരു ആർത്തി കൊണ്ട് എല്ലാവരും പറയും നമ്പർ വേണം അമ്മയെ, വിളിക്കാൻ വേണമെന്ന് പറയും. പക്ഷെ പിന്നെ പുറമേ ആലോചിക്കും വിളിക്കാമോ. കാരണം ഇപ്പം എല്ലായിടവും അങ്ങനെയാണ്, അങ്ങനെ നമ്പരൊക്കെ വിളിച്ച് അന്യ ആൾക്കാരിലൊക്കെ നമ്പർ പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് പിന്നെ ഒരു നമ്പർ എങ്ങും മാറും. കാരണം ഇവിടെ എൻ്റെ ഫോൺ മറ്റാരും കൈകാര്യം ചെയ്യത്തില്ല, ഞാനിവിടെ ഏകമാണ്. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വന്ന കാലം ഒന്നും ആരെയും വിശ്വസിക്കാൻ ഒക്കാത്തതുകൊണ്ട് വീട്ടിലുള്ള ഉടമസ്ഥർ, മക്കളും ഭർത്താവൊക്കെ പറയും അങ്ങനെ പാടില്ല, മക്കളതനുസരിക്കുക. അങ്ങനെ എനിക്കറിയാം, എല്ലാവർക്കും ഇന്ന് അത് ഭയമാണ്. പിന്നെ ഞാനത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയും 95 26 34 23 24. വിളിക്കണമെങ്കിൽ വിളിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും അവരുടെ രക്ഷ നോക്കണം. ഈ വന്ന കാലം ഒന്നിനെയും, കാരണം മലയാളികൾ എത്ര വന്നാലും പഠിക്കത്തില്ലെന്നാണ് പറയുന്നത്, അത് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് ആര് വിളിക്കുന്നത്, എനിക്ക് എത്രയും വിളിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയാം. ഞങ്ങളിവിടെ 1 2 3 4 പേരെ ഇങ്ങനെ വിളിച്ചിട്ട് 1 2 മണിക്കൂറൊക്കെ കാര്യം പറയാം. ചില മക്കൾ ഇങ്ങനെയാണ്, എന്ത് കാര്യമാണ്, ലോകകാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അല്ല എന്ത് പറയാനാ, അത് കേട്ടാലും അവർക്കും മുഴുക്കുന്നില്ല, പറഞ്ഞാൽ എനിക്കും മുഴുക്കുന്നില്ല. അതുകൊണ്ട് ഭക്തമക്കളെ വിളിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ മക്കളെ. നമ്പർ അത് ഇന്നാൾ ഞാൻ വേറെ ഒരു ഇതിലിട്ട് ഭാഗവതം അന്ന് എഴുതി തന്നെ ഇട്ടിരുന്നു. പക്ഷേ അത് കണ്ടു കാണത്തില്ലായിരിക്കും. അതോ ഇനി ഇതുപോലെ തടസ്സം വന്ന് കാണും, ആർത്തി കൊണ്ട് പറയും വിളിക്കണം, എനിക്ക് അമ്മയുടെ നമ്പർ തരുമോ എന്ന് ചോദിക്കും. പിന്നെ എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ട് എന്തായാലും സന്തോഷം, വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലെങ്കിലും സന്തോഷം. എല്ലാം എനിക്കറിയാം, ലോകമേ അങ്ങനെയാണല്ലോ. നമുക്ക് വിരാധവധം വായിക്കാം. അതിനു മുമ്പായിട്ട് അല്പനാമം ചെല്ലാം. എങ്ങനെയാ? രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. വിരാധവധം. അങ്ങനെ അവർ വിശ്രമിക്കാൻ വൃക്ഷത്തണലിൽ അവിടെ ചേർന്ന് യഥാസുഖം അങ്ങനെ ഇരുന്നു. പൂതലേ ആ വനത്തിൽ അച്ഛജലം, വെള്ളമൊക്കെ കുടിച്ച് നല്ല ശുദ്ധമായ വെള്ളം. അങ്ങനെയുള്ള സൗഗന്ധികം, ചെങ്ങഴിനീര്, ആമ്പൽ, താമര, ചെന്താമര, കരിങ്കോള എന്നിവ വിടർന്ന പൂക്കളാൽ ശോഭിക്കുന്ന ശുദ്ധജലം ഇതെല്ലാം ആ പൊയ്കയിലുണ്ട്, തടാകത്തിലുണ്ട്. അപ്പോൾ ആ ജലം സന്തോഷമായിട്ട് കുടിച്ചിട്ട് അവർ വിശ്രമിച്ച് ഒരു മരത്തിൻ്റെ തണലിൽ അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അന്നേരം ആശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വ അത്യുഗ്രാരവം. ഒരു സത്വരൂപം, അത്യുഗ്രനായിരിക്കുന്ന ഒരു രൂപം രാക്ഷസൻ്റെ.
അങ്ങനെ അത്യുന്നതനായ ഒരു രാക്ഷസത്വം, അത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു രൂപം, ആരവത്തോടുകൂടി, ഉഗ്ര ആരവം. ഉഗ്രാരവ വെച്ചാൽ അത്ര സൗണ്ടോടുകൂടിയാണ് വരുന്നത്. എങ്ങനെയാ? ഉദ്ധൃത വൃക്ഷം, ഭയങ്കര ഒരു മരവും പിഴുതുകൊണ്ട്, അതായത് പിന്നെ മരങ്ങളെ ഉയർത്തി പിടിക്കുന്ന അത്ര ഭയാനകം അയാളുടെ രാക്ഷസന്റെ ശക്തിയല്ല. ഉദ്ധൃത വൃക്ഷം കരാളോജ്വല ദംഷ്ടാന്വിത വക്രഗഹ്വരം ഘോരാകാരം ആരുണ്യനേത്രം. ആകാരം ശരീരം, ഘോരമായ വലിയ ശരീരത്തോടുകൂടി, വക്രഗഹ്വരം, വക്രം വായ, ഗഹ്വരം ഗുഹ, വായ്ക്കകത്ത് ഒരു ഗുഹ പോലെ, വാ തുറന്ന ഒരു ഗുഹയാ. എന്നിട്ടോ കരാളോജ്വല ദംഷ്ടകളൊക്കെ അത്രമാത്രം, രാക്ഷസന്റെ ദംഷ്ട അത്രമാത്രം ഇത് ഇദ്ദേഹം അതിഭയങ്കരമായ ഉഗ്രനായ ശരീരം കൂടെ ആയപ്പോൾ അതിനൊത്ത ദംഷ്ടയാണ്. കണ്ണൊക്കെ അത്രമാത്രം ചുമന്നും ഒക്കെ വല്ലാത്തൊരു എന്തോ ഭയക്കുന്ന കണ്ണോടുകൂടി. അങ്ങനെ ഭീമശാർദൂല നേത്രം വാമാംസസ്ഥലന്യസ്തശൂല അഗ്രത്തിങ്കിലുണ്ട്. ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി, മഹിഷം, പോത്ത്, വരാഹം, പന്നി, സിംഹം, പുലി, ഇങ്ങനെയൊക്കെയുള്ള ഭീമ ഭയങ്കരമായ മൃഗങ്ങൾ. എവിടെ? ശൂലത്തിൻ്റെ വാമം, ഇടത്തെ തോളിൽ, വാമാംസസ്ഥലന്യസ്ത ശൂല അഗ്രത്തിങ്കിൽ, ശൂലത്തിൻ്റെ അറ്റത്ത് ഈ പറഞ്ഞ മൃഗങ്ങളെല്ലാം ഇങ്ങനെ അതിൽ തൂക്കിയിട്ടേക്കുക. അതും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഭീമ, ശാർദൂല, സിംഹ, മഹിഷ, വരാഹാദി, മഹിഷം, പോത്ത്, വരാഹം, പന്നിയാന്ന് തോന്നുന്നു ഇതൊക്കെ. എന്നിട്ടോ പിന്നുണ്ട് വാരണ മൃഗവന ഗോചര ജന്തുക്കളും. ആനയാണ് വാരണം. എന്നിട്ട് അങ്ങനെയുള്ള മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ അതു നേരം. ഭഗവാനും അവിടെ വിശ്രമിച്ച് മൂന്നോട് ഇരുന്നപ്പോൾ ഇങ്ങനെ വരുക ഈ ഒരു രാക്ഷസൻ. എത്രമാത്രം ശൂലത്തിൻ്റെ അറ്റത്ത്, വലിയ ഒരു ശൂലമായിരിക്കുമല്ലോ, അതിൻ്റെ അറ്റത്ത് ഈ കണ്ട മൃഗങ്ങളും പുരുഷനും ഇവരൊക്കെ കരയുന്നുണ്ട്. കാരണം കുറേ ചത്തതും ചാവാത്ത ജീവനുള്ള എല്ലാം കൂടെ ഒക്കെ കാണും. ഇതൊക്കെ തൂക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ ഇടത്തെ തോളിൽ ഇങ്ങനെ ഈ ശൂലത്തിൻ്റെ അറ്റത്ത് ഇട്ടുകൊണ്ട് വരുക. അത് തുള്ളിയാണ് വരുന്നത്. പച്ച മാംസങ്ങളെ കഴിച്ചുകൊണ്ട് കുറേ ചത്തതും അതിനൊക്കെ തിന്നും കൊണ്ട് കുറേ ചാവാത്തത്, അതുകൊണ്ടല്ലേ കരയുന്നത്. അത് പുരുഷന്മാരും കരഞ്ഞ് ഏറ്റവും. അപ്പോൾ കരയുന്നെങ്കിൽ ജീവനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ തിന്നുന്നതനുസരിച്ച് കൊല്ലുമായിരിക്കും. എല്ലാത്തിനെയും കരുതി നമ്മളൊക്കെ 1-2 വർഷത്തേക്ക് ആഹാര സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കരുതി വെക്കുന്ന ഉണക്കച്ചേരി പത്തായത്തിലും നെല്ലും ഒക്കെ ഉണക്കി പത്തായത്തിൽ ഇടുന്നത് പോലെ ഇവരൊക്കെ മാംസങ്ങൾ ഇങ്ങനെ പുറങ്ങി ഒരുപാട് മഹർഷിമാരെല്ലാം അവിടെ നിന്ന് മാറിപ്പോയി താമസത്തിന്. അപ്പോൾ കിട്ടുന്നതേ കരസ്ഥമാക്കി വെക്കാൻ, പതുക്കെ തിന്നാൻ. അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലാണ്ട് കൊല്ലാതെ ഇട്ടേക്കും. ഇപ്പോഴല്ലേ മാംസം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് അയാളിതിനെ കൂടെ ഓരോന്നിനെ കൊല്ലുക, തിന്നുക, അങ്ങനെ ആവാം, നമുക്ക് ഊഹിക്കാം. അതുകൊണ്ടാണ് കരഞ്ഞ് വരുമെന്ന് പറയുന്നത്. ഇവരെല്ലാം ചാവാത്തതൊക്കെ മൃഗങ്ങളും മനുഷ്യരെല്ലാം കരഞ്ഞും കൊണ്ട്, ഏറ്റവും കരഞ്ഞ് തുള്ളിത്തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ച് കൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ അതു നേരെ. ഈ തുള്ളുന്നതെന്ന് വെച്ചാൽ തോളക്കട സാറ് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുമല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട് ഈ തുള്ളിയല്ലേ വരാൻ പറ്റൂ. മൃഗങ്ങളാലെല്ലാം നമ്മളൊക്കെ അറിയാലോ, ഈ വൃക്ഷത്തിൻ്റെ മണ്ടേ ഈ എന്തോ പറയുക സിംഹം എങ്ങാണ്ട് ഈ മാനിനെയൊക്കെ കൊണ്ട് കയറുമ്പോൾ അവിടെ തുള്ളിയല്ലേ അത് ഇങ്ങനെ ആടും ചത്തതൊക്കെ. കഷ്ടം. അപ്പോൾ അതുപോലെ ഒന്ന് കണ്ടാൽ മതി, നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതൊക്കെ മാംസങ്ങളെല്ലാം തുള്ളി ഇങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള രൂപം. സത്വം എന്ന് പറയുന്നത് അത്ര ഘോരമായൊരു രൂപമാണ് ഇതെല്ലാം അവിടെ കാണുമ്പം. അങ്ങനെ പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ച് കൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ അതു നേരം. അപ്പോഴെന്തോന്ന് അങ്ങനെ കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ. അവിടെ നിന്ന് എഴുന്നേറ്റു. വിശ്രമിച്ചിരിക്കുകയല്ലായിരുന്നോ വെള്ളമൊക്കെ കുടിച്ചിട്ട്? അപ്പോൾ ശ്രീരാമൻ ഉത്ഥാനം ചെയ്തു, എഴുന്നേറ്റ് ചാപബാണങ്ങളൊക്കെ കൈക്കൊണ്ട് വില്ലുവമ്പൊക്കെ എടുത്ത് കയ്യിലാക്കി. ലക്ഷ്മണൻ തന്നോട് അരുൾ ചെയ്തു രാമചന്ദ്രൻ. ഭഗവാൻ അനുജനോട് പറയുന്നു, ലക്ഷ്മണനോട് പറഞ്ഞു, കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരൻ ഉണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. തുള്ളി പതുക്കെ ഇങ്ങനെ വരുക ലഘുതരം. കണ്ടോ നീ ഭയങ്കരനായ ഈ നിശാചരൻ രാക്ഷസനെ, നമ്മുടെ നേരെ തന്നെ അവൻ ഇങ്ങനെ തുള്ളി വരുവാണ്. സന്നാഹത്തോട് ബാണം തൊടുത്ത് നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക. ചിത്തം ഉറച്ച് കുമാര, നീ മനസ്സ് ഉറപ്പിച്ച് നിൽക്കണം, ധൈര്യം വിടരുത്. അവൻ ധൈര്യമായിട്ട് നിൽക്കൂ. സന്നാഹത്തോട് ബാണം തൊടുത്ത് നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക. എപ്പോൾ വന്നാലും ബാണം തൊടുത്ത് വിടണം. അതിനനുസരിച്ചുള്ള രീതിയിൽ ധൈര്യത്തോട് നീ നിൽക്ക് എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട്, കുമാര നീ അങ്ങനെ നിൽക്കൂ എന്ന് പറഞ്ഞു.
വല്ലഭേ ബാലേ സീതേ പേടിയാകേതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ. വല്ലഭേ ബാലേ കുട്ടി, സീതേ പേടിയാകേതുമേ നീ ഭയക്കണ്ട. വല്ല ജാതി വെച്ചാൽ എനിക്ക് തോന്നുന്നു എങ്ങനെയായാലും വല്ല ജാതി ഏത് വിധത്തിലായാലും പരിപാലിച്ചു കൊള്ളുവനല്ലോ, നിന്നെ രക്ഷിച്ചു കൊള്ളുവനല്ലോ, നീ എന്തിനാ ഭയക്കുന്നത്? കാരണം ഇത്രയും ഒരു ഭയാനകമായ രൂപം വരുമ്പോൾ ആരായാലും ഭയക്കും. അപ്പോൾ പോരെങ്കിൽ സീതയുടെ കയ്യിൽ അമ്പമില്ലൊന്നിട്ട് ഇല്ലാതാനും അതുമല്ലട്ട് അറിയത്തുമില്ല. അപ്പം ഇവർ രണ്ടുപേരുടെ ഉണ്ടെങ്കിലും സീതയുടെ മനസ്സിൽ കാണും ഇത്രയും ഭയങ്കരനായ ഒരു സത്വം വരുമ്പോൾ ഭയന്ന് പോകും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ബാലേ സീതേ വല്ലഭേ നീ പേടിയാകെ ഏതുമെടോ, നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട. വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ല, അതിനെ എങ്ങനെയാലും ഏത് രൂപത്തിൽ ഞാൻ രക്ഷിച്ചിരിക്കും എന്നരുൾ ചെയ്തു നിന്നാൻ ഏത് ഒന്നിളകാതെ വന്നുടൻ അടുത്തിതു രാക്ഷസ പ്രവരനും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇളക്കവും ഇല്ല. ചെന്നരുൾ ചെയ്ത് നിന്നാൻ ഏതോ ഒന്ന് ഇളകാതെ തന്നെ നിന്ന് അപ്പോൾ തന്നെ വന്നടുത്തു. ആരാ? ഈ രാക്ഷസൻ. അടുത്തേക്ക് വന്ന് ഈ രാക്ഷസൻ ഇങ്ങനെ അടുത്ത് വന്നു. നിഷ്ഠുരതരം അവൻ 8 ആശ പൊട്ടും വണ്ണം, അത്രമാത്രം 8 ദിക്കും പൊട്ടുന്ന രീതിയിലുള്ള അട്ടഹാസത്തോടാണ് വരുന്നത്. 8 ദിക്കെന്ന് വെച്ചാൽ പിന്നെ കോണോട് കോണുള്ളത് 4, യഥാർത്ഥ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് 4, മൂലയോട് മൂല വരുമ്പോൾ അത് 4. അപ്പോൾ 8 ദിക്കും പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ, ഇടിവെട്ടുന്ന നാദം സൗണ്ട് പോലെയാണ് ഇവൻ വരുന്നത്, ഈ രാക്ഷസൻ. ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ട ഇങ്ങനെ വീഴുന്നത് പോലുള്ള എന്താ പറയുക, അത്ര അതിഭയങ്കരമായ ഒരു വല്ലാത്തൊരു രംഗമാണ്. അത് കണ്ടപ്പോൾ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന, അത്രമാത്രം കോപത്തോടുകൂടി ലോകം ഞെട്ടുമാറുര ചെയ്യുന്നു. അത്രമാത്രം സൗണ്ടോടുകൂടി ഈ രാക്ഷസൻ പറയുന്നു, കഷ്ടം ആഹന്ത കഷ്ടം നിങ്ങളാൽ ഇരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് അസ്തഭയം. ചാപ തൂണീര ബാണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറ് ആദിബാലന്മാരല്ലോ നിങ്ങൾ കഷ്ടമാഹന്ത കഷ്ടം, നിങ്ങളിത് കഷ്ടം തന്നെ. നിങ്ങളിങ്ങനെ ഇരുവരും, നിങ്ങളാരാ ഇരുവരും? ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള ഈ വൻകാട്ടിൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് അഭയം, നിങ്ങൾക്ക് ഭയം കൂടാതെ. ശാപ തൂണിര ബാണ വൽക്കല ജടകൾ, അതായത് മുനിവേഷമാണ് വൽക്കല ജടങ്ങൾ. അപ്പോൾ അമ്പുമില്ലുകൊണ്ട് പിന്നെ മുനിവേഷവുമാണ്. സാധാരണ മുനിവേഷക്കാർക്ക് അമ്പുമില്ലൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഇരുവരും ഈ ശ്രീരാമനും ലക്ഷ്മണനും നിങ്ങൾ ഇരുവരും ആരാണ്? നിങ്ങൾക്ക് നോക്കുക മുനിവേഷമാണ്, എന്നാൽ നിങ്ങൾ ബാണങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഭയം കൂടാതെ വൽക്കല ജടകൾ, നിങ്ങൾ മുനിവേഷം ധരിച്ചുകൊണ്ട് കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു മനോഹരിയായൊരു സ്ത്രീയുമുണ്ട്. എന്നിട്ടോ ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ ഉള്ളിൽ ഉൾക്കരുത്തുണ്ട്, എന്നാൽ നിങ്ങൾ അതിബാലന്മാരാണ്. കുട്ടിക്കും, കാരണം സാധാരണ ചെറുപ്രായം വെറും കുട്ടി തന്നെയാണ് ബാലൻ എന്ന് വെച്ചാൽ കുട്ടി. അതിലും അതിബാലൻ എന്ന് വെച്ചാൽ അത്ര കുട്ടികളാണ് നിങ്ങൾ, കാരണം വിവാഹം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ലക്ഷ്മണനാണെങ്കിൽ വെറും കുട്ടിയാണ്. അപ്പം നിങ്ങൾ ഇരുവരും ആരാ? നിങ്ങൾ സുന്ദരിയായൊരു മനോഹരിയായൊരു സ്ത്രീയും ഉണ്ട്, നിങ്ങൾക്ക് പിന്നെ വൽക്കല ജടകളും ഉണ്ട്, നിങ്ങൾ മുനിവേഷക്കാരാണ്, നിങ്ങളെ ബാണങ്ങളും ഉണ്ട്, വില്ലും അമ്പും ഉണ്ട്. നിങ്ങൾ ഇത്രയും ഭയം കൂടാതെ ഈ വനത്തിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാൽ ഇരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻകാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിന ഘോരമാ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. നിങ്ങൾ കിഞ്ചന ഭയം, അല്പം പോലും ഒരു ചെറു ഭയം പോലും ഇല്ലാതെ ഈ ഘോരമാം ഈ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു കാരണം കൊണ്ടാണ്? അത് നിങ്ങൾ പറയൂ, ചൊൽവിൻ. എന്ത് മൂലമാണ് ഈ കൊടുങ്കാട്ടിൽ നിങ്ങൾ അല്പം പോലും ഭയം കൂടാതെ ഘോരമാകുന്ന ഈ വനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ പറയൂ എന്ന് ആ ദുഷ്ടൻ രാക്ഷസൻ ചോദിച്ചു. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണം അരുൾ ചെയ്ത നിഷ്വാഗ് കുലനാഥൻ മന്ദഹാസ അനന്തരം. അതായത് ഈ രാക്ഷസന്റെ വാണി, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കാനുള്ള ഇവിടെ വരാനുള്ള കാരണം, അത് ആ വാക്കുകൾ കേട്ടപ്പോൾ തൽക്ഷണം അരുൾ ചെയ്ത ഞാൻ ഇഷ്വാഗ് കുലനാഥൻ മന്ദഹാസാനന്തരം. അപ്പം ഈ ശ്രീരാമൻ ഇഷ്വാഗ് കുലനാഥനാണ്,
മന്ദഹാസത്തോടുകൂടി പറയുന്നു, രാമനെന്നെനിക്കു പേര്, എന്നോട് പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. എൻ്റെ പേര് രാമൻ എന്നാണ്, എൻ്റെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ ഇവിടെ പേര്, എൻ്റെ പത്നിയാണ്. ലക്ഷ്മണൻ എന്ന നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ. എൻ്റെ സഹോദരനാണ്, ഇവൻ്റെ പേര് ലക്ഷ്മണൻ. ഞങ്ങളുടെ ഈ വനാന്തരത്തിൽ വരാനുള്ള കാരണം ജനക നിയോഗം കൊണ്ടാണ്, എൻ്റെ പിതാവിൻ്റെ നിയോഗത്താലാണ് ഞങ്ങളിവിടേക്ക് വന്നത്. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിയ നീ. നിങ്ങളെപ്പോലുള്ള ഈ രാക്ഷസനായ ഈ ദുഷ്ടനെ പോലുള്ള രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ, ഈ രാക്ഷസന്മാരെ പോലുള്ളവരെ ശിക്ഷിച്ചിട്ട് ജഗത്രയം ഈ ത്രിലോകങ്ങളും രക്ഷിപ്പാനാണ് ഞാനിവിടേക്ക് വന്നത്, രക്ഷിപ്പാൻ അറിയ നീ. ഈ രാക്ഷസനോട് പറഞ്ഞു, നിന്നെ പോലുള്ളവരെ ഒക്കെ ശിക്ഷിച്ചിട്ട് ഈ ജഗത്രയത്തെ ഈ ലോകത്തെ രക്ഷിപ്പാനായിട്ടാണ് ഞങ്ങളിവിടേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ നിയോഗപ്രകാരമാണ് വന്നത്. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു. ഇത് കേട്ടപ്പോൾ ശ്രുത്വ ഇത് കേട്ട് ഭഗവാന്റെ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അട്ടഹാസം ചെയ്യുന്ന ഒന്നും കൂടെ അലറുവാണ്. അട്ടഹാസവും ചെയ്ത് വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ച് ഓങ്ങി. ഒരു മരം, സാലം മരം, ഒരു വക്രാണി വാ അങ്ങോട്ട് പിളർന്ന് ഒരു സാലം വാ അങ്ങോട്ട് തറന്നൊരു ഗുഹയാണ് വായിക്കാം. എന്നിട്ട് സാലം ഒരു വൃക്ഷവും പറിച്ച് ഓങ്ങി. ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ദേഷ്യത്തോടുകൂടി പറയുന്നു, ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചിട്ട് ജഗത്തിനെ രക്ഷിക്കാൻ നടക്കും ദേഷ്യം വന്നു ഈ രാക്ഷസന്. അപ്പോൾ ഒരു സാലം, ഒരു മരം, ഒരു വൃക്ഷമൊക്കെ പറിച്ച് വലിയ വലിയ മരത്തിൻ്റെ തടികളുള്ള ശിഖരമായാലും ഭയങ്കര മരത്തിൻ്റെ അത്ര അതൊക്കെ അങ്ങ് പിടിച്ച് പറിച്ചു എടുക്കും. എന്നിട്ട് അതും പിടിച്ച് ഓങ്ങിക്കൊണ്ട് ക്രുദ്ധനായി നിശാചരൻ ഈ രാക്ഷസൻ ഭഗവാനോട് പറയുന്നു, ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ശക്തനുള്ള ഒരു വിരാധനുണ്ട്, അത് നീ കേട്ടിട്ടില്ലേ എന്നെപ്പറ്റി എന്നാണ് അവൻ ചോദിക്കുന്നത്. രാക്ഷസൻ ഭഗവാനോട് ചോദിക്കുന്നത്, ശക്തനായിരിക്കുന്ന വിരാധൻ എന്ന് എന്നെ നീ കേട്ടിട്ടില്ലേ? എൻ്റെ പേര് വിരാധൻ എന്നാണ്, ഞാൻ ശക്തനാണ്, ഇങ്ങനെ ഒരാളെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെ ഉള്ളത് എത്രയും മൂഢൻ ഭവാൻ എന്നിക ഞാൻ ധരിച്ചേൻ. അതായത് ഈ ത്രിലോകത്തിൽ വെച്ച് ആരാ എന്നെ അറിയാത്തത്? അവിടെ എത്രയും മൂഢനാണെന്ന് ഭവാൻ, ഈ ശ്രീരാമൻ എത്രയും അറിയാത്തവനാണ്, അറിവില്ലാത്തവനാണെന്ന് ഞാൻ ധരിച്ചു. കാരണം അത്രമാത്രം എന്നെ അറിയാത്തവർ ആരും തന്നെ ഇവിടെ ഇല്ല. അപ്പം നീ എന്താ എന്നെ അറിയാത്തതാണ് ശ്രീരാമനോട് ചോദിക്കുന്നത്. ഈ ത്രിലോകത്തിൽ എന്നെ ആരാ അറിയാതുള്ളത്? എത്രയും മൂഢൻ ഭവാൻ നിഹ ധരിച്ചേൻ ഞാൻ. ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കി നീ ഒരു മൂഢനാണ് ശ്രീരാമനോട് പറയുന്നു. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. മൽഭയം, ഈ രാവണൻ ഈ രാക്ഷസനെ ഭയന്നിട്ട്, മൽഭയം അയാളെ ഭയന്നിട്ട് അത് നിമിത്തം താപസന്മാരെല്ലാം ഒരുപാട് മുനിമാരും മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ പ്രദേശം വെടിഞ്ഞ് ഇവിടം വിട്ട് ദൂരേക്ക് പോയി എന്നെ ഭയന്നിട്ട്, അത് കാരണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടുള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ല എങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പ് അടക്കിടുവൻ ഭവാന്മാരാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ശ്രീരാമനും ലക്ഷ്മണനും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾ ഈ വില്ലും അമ്പും ഇവിടെ വെടിഞ്ഞിട്ട് ആരെയും കൂടെ അങ്കനാരത്നത്തെ ഈ സീതയും കൂടെ ഇവിടെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആശയം ഇവിടുന്ന് ഓടിപ്പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് അതെല്ലാം ഇവിടെ ഇട്ടിട്ട് എങ്ങാനും ഓടിപ്പോവിന്, അല്ലാങ്കിൽ എനിക്കിൽ ഇപ്പോൾ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ വിശപ്പ് തിങ്ങും, അത്രമാത്രം വിശപ്പുണ്ടാകും. തിങ്ങിടും വിശപ്പ് അടക്കിയിടുവൻ ഭവാന്മാരാൽ, നിങ്ങൾ തന്നെ എൻ്റെ വിശപ്പ് അടക്കും. ലക്ഷ്മണനെയും ശ്രീരാമനെയും കൊന്ന് എൻ്റെ തിങ്ങി വരുന്ന എൻ്റെ വിശപ്പ്, നിങ്ങൾ സീതയെയും അതായത് ഈ മനോഹരിയായ അങ്കനാരത്നത്തെയും നിങ്ങളുടെ ആയുധങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് പോവാമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ പൊക്കോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വിശപ്പടക്കാൻ നിങ്ങൾ രണ്ടുപേരും മതി എന്നാണ്. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരം അടുത്തത് കണ്ടു. രാഘവനപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈഥിലി സീത അടുത്തിലേക്ക് അങ്ങ് ചെന്നു. അത് കണ്ട് രാഘവൻ പറയുന്നു, എന്താ ഇത്രയും വിശപ്പടക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ട് എൻ്റെ വിശപ്പ് അത്രയ്ക്കൊണ്ട് ഞാൻ അത് പരിഹരിച്ചോളാം. അത് പറയും ഭഗവാൻ എന്ത് പറയുന്നു, ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്രം അടുത്ത് സീത അടുത്തേക്ക് അങ്ങ് ചെല്ലുക ഈ രാക്ഷസൻ. അടുത്തത് കണ്ട് ഭഗവാൻ രാഘവൻ അപ്പോൾ പത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്ന അതിസത്വരം നക്തഞ്ചരനടുത്താൻ അതുനേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. പത്രികൾ കൊണ്ട് അത്രയും അടുത്ത് സീത അടുക്കലേക്ക് വന്നപ്പോൾ പരമാത്മാവായ ശ്രീരാമൻ
പത്രികകൾ കൊണ്ട് അമ്പുകൾ കൊണ്ട് അവൻ്റെ കൈകൾ ഖണ്ഡിച്ചു. അടുത്ത് വന്നവർ രണ്ട് കൈയും ഹസ്തങ്ങൾ രണ്ട് കൈയും അങ്ങ് അറുത്തു. അപ്പോൾ അവൻ ക്രുദ്ധിച്ച് രാമൻ്റെ നേരെ അങ്ങോട്ട് വന്നു, വക്രവും പിളർന്നുകൊണ്ട്. സീതയുടെ അടുക്കലേക്ക് ചെന്നപ്പോഴാണ് കൈകൾ ഖണ്ഡിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം ഭഗവാന്റെ അടുക്കലേക്ക് അവൻ ചെന്നു. എങ്ങനെയാ ക്രുദ്ധിച്ച് രാമൻ പ്രതി ഭഗവാന്റെ അടുത്തിലേക്ക് വക്രവും അവൻ്റെ വായും പിളർന്ന് അതിന് സത്വരം നക്തഞ്ചരൻ അടുത്താൻ അത് നേരം. അങ്ങനെ അടുത്ത് ഭഗവാന്റെ അടുക്കലേക്ക് ചെന്ന് ഭഗവാൻ എന്ത് ചെയ്തു? അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടാൻ പാദങ്ങളും അവൻ നടന്നു ചെന്നാൽ ഇനി നടക്കണ്ട, അവൻ്റെ പാദങ്ങളും അങ്ങ് ഖണ്ഡിച്ചു അസ്ത്രങ്ങൾ കൊണ്ട്. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടാൻ എയ്തു രാമൻ. എന്നിട്ടും അവൻ എങ്ങനെയായാലും പാദലും നിരങ്ങി മിരിഞ്ഞൊക്കെ അങ്ങോട്ട് അത്രമാത്രം ഭയങ്കരനല്ലേ. അങ്ങനെ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഉത്തമാംഗം ശിരസും കൂടെ അങ്ങ് ഖണ്ഡിച്ചു. ഉത്തമാംഗവും മുറിച്ചിടാൻ എയ്തു രാമൻ. അമ്പുകൊണ്ട് എയ്ത് അവനെ ശിരസും അങ്ങ് അറുത്തു. രക്തവും പരന്നിതു ഭൂമിയിൽ ഇത് കണ്ടു ചിത്ത കൗതുകത്തോട് പുണർന്നു വൈദേഹിയും. സമാധാനമായി ദേവിക്ക് സന്തോഷത്തോടെ പുണർന്ന് ശ്രീരാമനെ കെട്ടിപ്പിടിച്ചു. ആശ്വാസമായല്ലോ, അവൻ്റെ രക്തം ഭൂമിയിലെല്ലാം അങ്ങ് പരന്നു. അപ്പോൾ സന്തോഷമായി സീതയ്ക്ക്. നൃത്തവും തുടങ്ങിയ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു. ദേവദുന്ദുഭികളും ദേവന്മാരെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം അവർക്കെല്ലാം ഭയം. ഒരുപാട് മഹർഷിമാരുടെ നിലവിളിയോ ഇതൊക്കെ സ്വർഗത്ത് ചെല്ലത്തില്ലയോ, ദേവന്മാരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. മഹർഷിമാർ ഇവരൊക്കെ കൊന്ന് തിന്നുന്നതും അവർ ഭയന്ന് വേറെ എങ്ങോട്ടൊക്കെ ഓടിപ്പോകുന്നത് കണ്ട് ദുഷ്ടനെ എങ്ങനെയും കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഭഗവാൻ ചെല്ലുന്നതും. ഇവന് വധിച്ചപ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമായ നൃത്തം. ആകാശത്ത് ദേവന്മാരും ദേവസ്ത്രീകളെല്ലാം നൃത്തം ചെയ്ത്, ദുന്ദുഭികളൊക്കെ ദേവന്മാർ. അതാണ് നൃത്തവും തുടങ്ങിയ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ച് ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു അപ്പോൾ ഈ വിരാധൻ എന്ന രാക്ഷസന്റെ ഉള്ളിൽ എന്താ ഉണ്ടായത്? ധന്യരൂപനെ കാണാൻ വന്നത് ആകാശമാർഗേ. അവൻ്റെ തലയിൽ കൂടെ പോയപ്പോൾ അവൻ ആകാശമാർഗത്തിലെ വഴിയിൽ, ആകാശത്തിൻ്റെ മാർഗത്തിൽ ധന്യരൂപനായി കണ്ടവനെ. നല്ലൊരു സ്വർണ്ണഭൂഷണം കൊണ്ട് സൂര്യസന്നിഭ കാന്തിയ, സ്വർണ്ണ ഭൂഷണത്തോടുകൂടി സൂര്യനെ നോക്കുന്ന കാന്തിയോടുകൂടി സുന്ദര ശരീരനായി നിർമ്മല ആകുന്ന ആകാശത്തിന് എങ്ങനെയാ അത് ആ ആകാശത്തിന് ഇങ്ങനെ സുന്ദരനായി തിളങ്ങിക്കൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ അങ്ങനെ അവൻ അവിടെ ആകാശമാർഗത്തിൽ നിന്ന് കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രാഘവം പ്രണതാർത്തിഹാരണം ഘൃണാകരം. അത് ഭഗവാനെ പ്രാർത്ഥിക്കുക. അവനപ്പോൾ അവൻ്റെ ഈ ഘോര രൂപം മാറി യഥാർത്ഥമായി മാറി. അപ്പോൾ അവന് ഭക്തി വർദ്ധിച്ചു. അവൻ നല്ലവനായിരുന്നു. ഇതൊരു ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് അങ്ങനെ അതിൽ പറയും. ഇപ്പം വായിക്കാം. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്നു. വന്ദിക്കുന്നവരുടെ ദുഃഖമകറ്റുന്ന ഭഗവാനെ രാഘവ അദ്ദേഹം പ്രാർത്ഥിക്കുക. രാഘവം പ്രണതാർത്തിഹാരണം, വന്ദിക്കുന്നവരെ എന്താ പറയുക, ദുഃഖമകറ്റുന്ന ഭഗവാനെ. കൃണാകരം ദയാനിധേ. രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. രാഗേന്ദുമുഖം ഭഗവാൻ ഇന്ദുമുഖം എന്ന് മാത്രമല്ല, രാത്രിയിലെ ഇന്ദു. പകലും നമുക്ക് ചന്ദ്രനെ കാണാം, അതല്ല ഇവിടെ രാത്രി. രാഗേ ഇന്ദു. രാത്രിയിലെ ചന്ദ്രബിംബം എങ്ങനെയാ? ചന്ദ്രനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ? അതുപോലെ മുഖത്തോടു കൂടിയ ഭഗവാനെ. ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണം ഇന്ദീവരതള ശ്യാമ ഇന്ദ്രാരി വൃന്ദാരക വൃന്ദ വന്ദിതപദം. ദേവന്മാരെല്ലാം വന്ദിക്കുന്ന ഭഗവാനെ, പരമാത്മാവേ. ഇന്ദിരയുടെ ഭർത്താവ് രമണ. ഇന്ദീവരദള ശ്യാമ ഇന്ദ്രാരി വൃന്ദാരക വൃന്ദ വന്ദിതപദം. സുന്ദരം സുകുമാരം. സുന്ദരനാണ് ഭഗവാൻ ശ്രീരാമൻ, സുകുമാരനാണെന്നതെല്ലാം അദ്ദേഹം പ്രാർത്ഥിക്കും അപ്പോഴത്തേക്ക്. എന്നിട്ടോ സുഹൃത് ജന മനോമന്ദിരം. സുഹൃതി വെച്ചാൽ ഭക്തന്മാരാണ് സുഹൃതികൾ. സുഹൃതം വെച്ചാൽ അത്രമാത്രം ആനന്ദ സുഹൃതം വെച്ചാൽ ഒരു ഭക്തൻ യഥാർത്ഥ സുഹൃതം ആർക്കാ അനുഭവിക്കേണ്ട? ഒരു സുഹൃതം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഒരു ഭക്ത, ഒരു ജ്ഞാനി സുഹൃതിയാണ്. അങ്ങനെയുള്ള മനസ്സ് ഒരു ഭക്തൻ്റെ മനസ്സ് ആകുന്ന മന്ദിരം. അതിൽ ആരാ വസിക്കുന്നേ? ഭഗവാൻ ശ്രീരാമൻ. അതാണ് അദ്ദേഹം പറയുന്നത്. സുന്ദരം സുകുമാരം സുഹൃത് ജന മനോമന്ദിരം. ഭക്തജനങ്ങളുടെ മനസ്സാകുന്ന മന്ദിരത്തിൽ വസിക്കുന്ന രാമചന്ദ്രൻ ജഗദാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്ത്. അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിച്ചും കൊണ്ട്, ഇതെല്ലാം പറഞ്ഞ് സ്തുതിച്ചും കൊണ്ട് അയാൾ ദണ്ഡ നമസ്കാരം ചെയ്തു. കമന്ന് വീണ് ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നു. എന്നിട്ട് ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി. അങ്ങനെ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുക. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിയഞ്ചരനായേനല്ലോ. അതായത് ഇങ്ങനെയുള്ള ഭഗവാനെ ശ്രീരാമ ദയാനിധേ കമലാപതേ ധരാപതേ ഭൂമിപതേ.
അങ്ങനെ കാരുണ്യമൂർത്തെ കമലാപതേ ഇങ്ങനെയുള്ള ഭഗവാനെ പറഞ്ഞെന്ന് എന്നിട്ട് പറയുന്നു, ഗർഭിതനായൊരു രാത്രീഞ്ചരനായനല്ലോ ഞാൻ, അങ്ങനെ ദുർവാസാവായ മുനിയുടെ ശാപം കൊണ്ട് ഞാൻ ഇങ്ങനെ ആയതാണ്, രാക്ഷസനായതാണ്. ഗർഭിതനായ അത്രമാത്രം എന്താ അത്രമാത്രം ധാർഷ്ട്യമായ അതിഭയങ്കര ഘോരമായ ഒരു രാക്ഷസനാണ്. സാധാരണ രാക്ഷസനല്ല, രാവണനെ പോലുള്ളതൊന്നും അല്ല. ഇത് അതിനേക്കാളും ഭയാനകമായ ഒരു രാക്ഷസനായി മാറി ആ ദുർവാസാവ് ശപിച്ചത് കാരണം. അതുകൊണ്ട് അങ്ങനെ ദുർവാസാവായ മുനിതനുടെ ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രീഞ്ചരനായേനല്ലോ ഞാൻ അങ്ങനെ ഒരു രാക്ഷസനായി. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന് മോക്ഷം പ്രാപിച്ചേനെന്ന നാഥ. അതുകൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യം കൊണ്ട് എൻ്റെ ശാപം, എൻ്റെ ഈ മഹർഷി ശപിച്ച ശാപത്തിൻ്റെ ബന്ധങ്ങളെല്ലാം അറ്റ് എനിക്ക് എന്ത് കിട്ടി? മോക്ഷം പ്രാപിച്ചേനെന്ന നാഥ. എനിക്ക് മോക്ഷം വന്നല്ലോ ഭഗവാന്റെ കാരുണ്യം ദയ കൊണ്ട്. സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തിയാ. എൻ്റെ മനസ്സിന് ഞാൻ ഭക്തിയോടുകൂടി ഭഗവാനെ എപ്പോഴും സന്തതം ഇനി ചരണാംബുജയുഗം ഭഗവാന്റെ ചരണാംബുജം എപ്പോഴും ധ്യാനിച്ചിരിക്കാനുള്ള അങ്ങനെ ചിന്തിക്കായി വരേണമേ മാനസത്തിന്, എൻ്റെ മനസ്സിന് ഭക്തിയാ ഞാൻ അങ്ങനെ സ്തുതിക്കാൻ എനിക്ക് അങ്ങനെ അനുഗ്രഹിക്കണമേ. എപ്പോഴും അങ്ങയുടെ പാദപത്മത്തിൽ ഇരുന്ന് ഭജിക്കാനുള്ള എൻ്റെ മനസ്സിന് അത്ര ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇനിയുമുണ്ട്. എന്നിട്ട് പറയുന്നു, വാണികൾ കൊണ്ട് വാക്ക് എന്ത് വിദ്യാധരൻ നായരുടെ പേര്, അതായത് ഉപദേവന്മാർ, യഥാർത്ഥ ദേവനല്ല ഉപദേവൻ. ഇപ്പം മുഖ്യമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് പോലെ യഥാർത്ഥ രാഷ്ട്രപതി അല്ല, അതിൻ്റെ രണ്ടാം സ്ഥാനത്തുള്ള ഉപരാഷ്ട്രം, അതുപോലെ ഇദ്ദേഹം ഉപദേവനാണ്. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യണം. എന്ത് പറഞ്ഞ വാക്കാ, ആ വാക്കുകൾ കൊണ്ട് എനിക്ക് ഭഗവാനെ കീർത്തനം ചെയ്യണം. വിദ്യാധരൻ പറയുന്നു, വാക്കുകൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. നമ്മളെ കൈകൾ കൊണ്ട് ഭഗവാനെ അർച്ചനം, പാദത്തിൽ അർച്ചിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണം. ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം, എൻ്റെ ചെവികൾ കൊണ്ട് ഭഗവാന്റെ കഥ ശ്രവിക്കണം, കേൾക്കണം. നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം, ഭഗവാന്റെ ലിംഗങ്ങൾ എവിടെല്ലാം ഉണ്ട് അതെല്ലാം എൻ്റെ കണ്ണുകൾ കൊണ്ട് അതെല്ലാം എന്തായാലും ഭഗവാന്റെ ആ ലിംഗമായിട്ട് എനിക്ക് കാണണം. സർവ്വത്തിലും പരമാത്മാവാണ് വസിക്കുന്നത്, അങ്ങനെ ആയാലും മതി. ഇപ്പം ലിംഗങ്ങൾ തന്നെ വെച്ചാൽ ചിന്തിക്കണ്ട, എന്ത് കണ്ടാലും അത് കാണുന്നതെല്ലാം ഭഗവാന്റെ ലിംഗങ്ങളാവണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, എൻ്റെ ശിരസ് കൊണ്ട് ഭഗവാനെ നമസ്കരിക്കാനായി വരണം. ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരയണം ഞാൻ. ഭക്തന്മാരുണ്ട്, ഭഗവാനെ സ്തുതിക്കുന്ന നല്ല നല്ല ഭക്തന്മാരുണ്ട്, അവരുടെ ഭൃത്യനായി ദാസനായി വരണം എന്ന് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ദാസനല്ല, ഭഗവാന്റെ ഭക്തന്മാരുടെ ദാസനാവണമെന്നാണ്. അപ്പോൾ അത്രമാത്രം ഭക്തനാണ് വിദ്യാധരൻ. അവിടെ ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരണം ഞാൻ. അങ്ങനെ നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. നമ്മളിത് വായിക്കുന്നത് അത് ചിന്തിക്കണം, വായിച്ച് വെറുതെ പോവുകയല്ല. നമ്മളിതുപോലെ നമുക്കും ഭഗവാനെ എൻ്റെ കൈകൾ കൊണ്ട് ഭഗവാന്റെ പാദം അർച്ചിക്കണം, എൻ്റെ കേൾവി, എൻ്റെ ചെവി, ശ്രോത്രം അതുകൊണ്ട് ഭഗവാന്റെ കഥ ശ്രവിക്കാനായിരിക്കണം. വാക്കുകൾ അത് ഭഗവാനെ നാമകീർത്തനം ചൊല്ലാനായിരിക്കണം. നേത്രങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം ഭഗവാന്റെ ലിംഗങ്ങളായിരിക്കണം. പാണികൾ കൊണ്ട് ഇത് ചെയ്യണം. ഇങ്ങനെ ഉത്തമാംഗ ശിരസ് കൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്നതായിരിക്കണം. ഇങ്ങനെ ഉത്തമ ഭക്തന്മാർക്കാണെങ്കിലോ ഭൃത്യനായി വരയണം, ഒരു ദാസനാകണം. നമ്മൾ ഒരു ഭക്തൻ്റെ ദാസനാവാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ദാസനെന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്തന് ഒന്നാ. അപ്പോൾ ഭക്തനെ ചെയ്യുന്നതാണ് ഭഗവാനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അല്ല ഭഗവാൻ വേറെ ഇല്ല, അരൂപിയാണ്, വിഗ്രഹമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭക്തൻ അത്രമാത്രം ഉത്തമമായൊരു ഭക്തനാണോ അത് നമ്മൾ ഭഗവാനെ കാണുന്ന പോലെ വന്ദിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യുകയും ഒരു ദാസനാവുകയും ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ ദാസൻ എന്നുള്ള അവിടെ ഭഗവാൻ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ, നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ, പുനരൊന്നപേക്ഷിച്ചിടുന്നീൻ എന്നിനി ദേവലോകത്തേക്ക് പോകാൻ എന്നെ അനുവദിക്കണം, എനിക്ക് അനുഗ്രഹം തരണം ദേവദേവേശ. ഒന്നും കൂടെ ഉണ്ട് എന്നെ അപേക്ഷിക്കാൻ, ഒന്നും കൂടെ എനിക്ക് അപേക്ഷിക്കാനുണ്ട്. എന്താ? നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായ അംബുജ വിലോചന സന്തതം നമസ്കാരം. എല്ലാവരും അതാ പറയാ. കാരണം ഈ ലോകം ഇത് മഹാമായാലോകമാണ്. ഈ മായയിൽപ്പെട്ടാൽ നമ്മളും നമ്മുടെ കയ്യിലിപ്പെല്ലാം പോകും.
അതുകൊണ്ട് ശ്രദ്ധിക്കാനേ ഒരു ഭക്തൻ എപ്പോഴും ഇതിൽ നിന്ന് ഒഴിഞ്ഞ് മുക്തി നേടിയ ഒരു ഭക്തൻ ഒന്നിലോട്ടും ശ്രദ്ധ പോകത്തില്ല, അവിടെ നോക്കാൻ പോകത്തില്ല. ഒരുപാട് പേര് എന്തെങ്കിലും കാര്യം പറഞ്ഞ് കൊട്ടിഘോഷി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല നല്ല ആഹാരം അപ്പുറത്തോ അപ്പുറത്തോ മണം വന്നാൽ മൂക്കൊണ്ട് മണക്കാൻ പോകരുത്, കൊതിക്കാൻ പോകരുത്. കാണണ്ട, ഇതെല്ലാം കാണുമ്പോഴേ നമുക്ക് ചപ്പും ചവറന്ന് കളയണം. നമ്മളിതെല്ലാം ത്യജിച്ചവരാണ്. അതാ ഒരു ഭക്തൻ. അത് ഈശ്വരൻ തന്നെ നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കും. നമ്മൾ മനഃപൂർവ്വം, ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്തിട്ടേ ഇല്ല. ഒന്നും എനിക്ക് ഞാൻ അറിഞ്ഞൊന്നും ചെയ്തില്ല, എല്ലാം തന്നെ വന്ന് സംഭവിക്കുന്നു. ഇന്നത് കഴിക്കത്തില്ല എന്ന് ഞാൻ തന്നെ അത് അനുഭവത്തിൽ കൂടെ അങ്ങ് വന്നു. ഞാൻ മനഃപൂർവ്വമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എല്ലാം വന്ന് സംഭവിക്കുന്നു, അതുപോലെ പോകുന്നു, അത്രയേ ഉള്ളൂ. അത് ചില ഭക്തന്മാർക്ക് അങ്ങനെയും ഉണ്ടാവാം. ചിലർ മനഃപൂർവ്വമായിട്ട് വൈരാഗ്യത്തോട് ഞാനതിന് എടുക്കത്തില്ല, ചെയ്യത്തില്ല. പക്ഷേ നാക്കിൽ കൊതി ഊറും, അത് പാടില്ല. അത് യഥാർത്ഥമല്ല. അതിനെ നിഗ്രഹിച്ചാൽ അത് കേൾക്കില്ല. നമ്മളെ മനസ്സുകൊണ്ട് തന്നെ അത് ആക്കി എടുക്കാൻ വേണ്ടത്. മനഃപൂർവ്വം വൈരാഗ്യത്തിൽ ഞാനിത് കഴിക്കത്തില്ല. പക്ഷേ കഴിച്ചു തുടങ്ങിയാൽ ഒരു ആർത്തി പണ്ടാരം പോലെ കഴിച്ചു തുടങ്ങും. അതിനേക്കാൾ നല്ലത് മനസ്സുകൊണ്ട് പതുക്കെ 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 നിർത്തുന്നതാണ് നല്ലത്. ഒറ്റയടിക്കൊന്നും ചെയ്യണ്ട. പക്ഷേ എനിക്ക് പണ്ടേ ഇങ്ങനെ ശീലം ആയതുകൊണ്ട് എന്തും എനിക്ക് നടത്താം. എന്നെ കൊണ്ട് എല്ലാം നടക്കുന്ന കണക്കാണ്. ഞാൻ വലിയ ആളായി പറയല്ല, എനിക്കതിലൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ അറിയാതെ തന്നെ കൊച്ചു കൊച്ചു മത്സ്യങ്ങളൊക്കെ എങ്ങനെയോ അങ്ങ് നിന്ന് വേണമെന്നേ ഇല്ല. ഇനി എന്തെങ്കിലും വന്നുകൂടാകുകയില്ല, അതെല്ലാം ഈശ്വരൻ്റെ കയ്യിലിരിക്കുകയല്ലേ. അതുകൊണ്ട് എന്നെ പോകാൻ അനുഗ്രഹിക്കണം ദേവദേവേശ. പൂരം ഒന്ന് അപേക്ഷിച്ചിടുന്നത് എന്താ? നിൻ മഹാമായ. ഈ ലോകത്തിലുള്ള എല്ലാം മായയാണ്, തട്ടിപ്പാണ്. അതൊക്കെ നമ്മളെ ചുറ്റിപ്പറ്റി കറക്കിയിടും. ഏത് ആഗ്രഹത്തിലോട്ടും നമ്മളെ വലിച്ചടച്ചുകൊണ്ട് പോകും. എന്തെങ്കിലും ഒന്ന് കണ്ടിപ്പോൾ ഒരു ഡാൻസോ നൃത്തമോ കണ്ടാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അതൊന്ന് കണ്ടാലോ, ഒരു സിനിമ ഇന്ന് TV വെച്ചൊന്ന് കണ്ടാലോ, വേണ്ടാത്തതാണെങ്കിൽ കോമഡി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്തോരും നമ്മുടെ ആത്മീയമായ ഉണർവിനെ നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് എല്ലാം കണക്കിലാക്കി മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പ്രായം ഒരു 60 വയസ്സെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അഥവാ നമ്മളെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് മനസ്സങ്ങോട്ട് ഇഴിഞ്ഞിറങ്ങാതിരുന്നാൽ മതി. ഒന്നിലും ഭ്രമിക്കണ്ട, എല്ലാം മമത വിട്ടു പോവുക. അതുപോലെ മക്കളോടും കൊച്ചുമക്കളോടും ഭർത്താവിനോടും എല്ലാം ഭാര്യയോടും എല്ലാം അങ്ങനെ തന്നെയാണ്. മനസ്സിൽ നിന്ന് വേണ്ട. ഒരു സിനിമ കണ്ടെന്ന് പറഞ്ഞ് യാതൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ മനസ്സിലേക്ക് കയറ്റി പിടിക്കുക. നമ്മൾ അപ്പോഴും അത് കാണണം. ഭഗവാനെ, ആ ചിന്ത ഉള്ളിൽ പരമാത്മാനെ ചിന്തിച്ചോണം. അട്ടഹാസം തൊട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിരിച്ച് അയ്യോ ഇത് കണ്ട് ചിരിക്കേണ്ട കാര്യം എന്താ? അതിനല്ലല്ലോ നമ്മളിപ്പം ഇത്രയും തയ്യാറെടുക്കുന്നത്. അങ്ങനെയുള്ള ആനന്ദം നമുക്ക് വേണ്ട. നമുക്ക് പരമാനന്ദത്തിൽ ലയിച്ചാൽ മതി. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭയം പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ മായ ചുറ്റിപ്പറ്റിയതാണ് ഇവർ പറയുന്നത്. കണ്ടോ ഭഗവാനെ, അങ്ങയുടെ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചടായ അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങൾ അങ്ങനെ ആകട്ടെ എന്ന് ഭഗവാനും പറഞ്ഞു. മുക്തൻ എന്നിയേ അപ്പം മുക്തനല്ലെങ്കിൽ മുക്തൻ എന്നിയേ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഭക്തി ഇല്ലാത്ത ഒരുത്തർക്കും എന്നെ കണ്ടു കിട്ടുകയില്ല എന്ന് ഭഗവാൻ പറയും. എന്താ? വിദ്യാധരന് ഭക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭഗവാനെ കണ്ടുകിട്ടി, മോക്ഷം കിട്ടി. ഈ രാക്ഷസവേഷത്തിൽ നിന്നെല്ലാം പോയി. അതേസമയം ഭക്തി ഇല്ലാത്ത ഒരാളാണെങ്കിലോ ഭഗവാൻ അവൻ്റെ അടുക്ക ചെല്ലത്തുമില്ല, അവൻ ആ വനത്തിൽ തന്നെ ഇപ്പോഴും കിടന്നേനെ. അതുകൊണ്ട് മുക്തന് എന്നിയേ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. അപ്പം നമുക്ക് എന്താ വേണ്ട? ഭക്തി വേണം. എന്നാലേ നമുക്ക് മുക്തൻ എന്നിയേ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തി ഉണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോട് അനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭന പോയി നാഗലോകവും ബുക്കാൻ. നാഗയല്ല, ഗായാണെങ്കിൽ നാഗം സർപ്പമായി പോവും. ആ നാഗലോകവും ബുക്കാൻ, അതായത് സ്വർഗത്തേക്ക് പോയി ഈ വിദ്യാധരൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതം അകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഈ കഥ നമ്മൾ എപ്പോഴും സ്തുതിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ഈ പാപങ്ങളെല്ലാം അകന്നിട്ട് മോക്ഷത്തെ പ്രാപിക്കാം. സമയം പോയിട്ട് വെക്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഞാൻ ഇത് ഇടുന്ന തംബ്ലൈൻ ഇടുന്നതിനകത്ത് നമ്പറോട് ഇട്ടേക്കാം മക്കളെ. എപ്പോഴെങ്കിലും കാണുന്നെങ്കിൽ ഇനി കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട, അതുകൊണ്ട് ഇടുക. ഹരി ഓം ഹരി ഓം ഹരി ഓം.